വചനം കാലിന് ദീപം. വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ലാമ്പ് ഫോർ അവർ ലൈഫ്. ദൈവവചനത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവവചനം ജീവനാണെന്നും ദൈവവചനമാണ് വെളിച്ചമെന്നും നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. വെളിച്ചത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. വെളിച്ചം ഈ ദൈവവചനമാണെന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചം അല്ല ഞാനിവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മീയ വെളിച്ചം ഈ സൂര്യപ്രകാശത്തിനകത്ത് മങ്ങിപ്പോകരുത്. അതിലും ഉപരിയായിട്ട് ഒരിക്കലും മാറിപ്പോകാത്ത നിത്യമായ വെളിച്ചത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ വെളിച്ചം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നു. നമ്മുടെ കാൽ അടുത്ത പടി വെക്കണമെങ്കിൽ പോലും ദൈവീക വെളിച്ചം വേറെയാണ്. ആ വെളിച്ചം വരണം. യുവർ വേർഡ് ഈസ് എ ലാമ്പ് അൺടു മൈ ഫീറ്റ് ആൻഡ് എ ലൈറ്റ് അൺടു മൈ പാത്ത്. അപ്പം നമുക്ക് പല പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, യേശുക്രിസ്തു വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇരുട്ടുമുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പം ആ ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു ചെറിയ ലാമ്പും പിടിച്ച് യേശുക്രിസ്തു നിൽക്കും. കാരണം അടുത്ത പടി പോകാനുള്ള വെളിച്ചമായിട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ്. എല്ലാം ഒന്നിച്ച് വെളിപ്പെടുത്തി തരത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊന്നും അത് ഉൾക്കൊള്ളാനൊക്കത്തില്ല. പക്ഷെ ദൈവ വെളിച്ചമാണ് എൻ്റെ ഹൃദയത്തിൽ പകരുന്നത് എങ്കിൽ ആ വെളിച്ചം അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ നമ്മൾ പുറത്തിറങ്ങത്തില്ല. അത് പരിശുദ്ധാത്മാവാണ് ചെയ്തു തരുന്നത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, 1:4-5. അവനിൽ ജീവനുണ്ടായിരുന്നു, ക്രിസ്തുവിൽ, അതായത് യേശുവിൽ ജീവനുണ്ടായിരുന്നു. അത് നിത്യജീവനാണ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ എന്ന് പറയുന്നത് ഈ ആദ്യ ഉൽപ്പത്തിയിൽ 1-3 വരെയുള്ള 1-ാം അധ്യായത്തിൻ്റെ ആ വെളിച്ചമായിരുന്നു ഞാനിപ്പം നോക്കുന്നത്. 4-ാം ദിവസം കഴിഞ്ഞുള്ള വെളിച്ചം അല്ല ഞാൻ നോക്കുന്നത്. നമ്മൾ പുറകോട്ടങ്ങ് പോവുകയാണ്. ഈ വെളിച്ചം ഇരുളിലാണ് പ്രകാശിക്കുന്നത്. ഇരുട്ടില്ല പിന്നെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം എന്നെ നടത്തുകയാണ്. കാരണം നമ്മൾ ഭൂമിയിൽ ഇരുണ്ട ദേശത്ത് ജീവിക്കുകയാണ്. നമ്മുടെ ഭൂമി ചുറ്റുപാടും നമുക്ക് കൂരിരുട്ടുണ്ട്. നമ്മുടെ മക്കൾ അറിയാതെ കുഴിയിൽ വീഴുന്ന അതുകൊണ്ടാണ്. വെളിച്ചത്തിൽ ആരും അറിഞ്ഞുകൊണ്ട് കുഴിയിൽ പോകത്തില്ലല്ലോ. അപ്പം നമ്മളെ ദൈവം പറയുന്നത്, നീ എൻ്റെ അടുക്കൽ നിന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ തക്കവണ്ണം വചനം നിൻ്റെ കാലിന് ദീപമാകണം, വചനം നിൻ്റെ പാതയ്ക്ക് പ്രകാശമാകണം. അപ്പം തന്നിരിക്കുന്ന ടോർച്ച് ലൈറ്റ് വചനമാണ്. അതാണ് ജീവന്. വേറെ ടോർച്ച് ലൈറ്റ് ഇല്ല. നമുക്ക് പല കാര്യങ്ങളും മാറിപ്പോകുമ്പം ജീവൻ്റെ വെളിച്ചം കിട്ടുന്നത് ഇതിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് പഠിച്ചാൽ മതി. വലിയ തിയറിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പം ഈ ലൂക്ക് എന്ന് പറഞ്ഞ ആൾ ഒരു ഫിസിഷ്യനാണ്. അന്ന് ഇന്നത്തെ പോലെയുള്ള വലിയ ഡോക്ടേഴ്സിൻ്റെ പഠിത്തമൊന്നും അന്നില്ലായിരുന്നു. അന്ന് ദൈവ വെളിച്ചത്തിൽ അവർക്കറിയാൻ ട്രീറ്റ് ചെയ്യാൻ. കാരണം ദൈവം ഉപദേശം കൊടുക്കും, ബുദ്ധി കൊടുക്കും. നമ്മൾ യഹൂദനെ നോക്കിയാൽ അവൻ വലിയ യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കുകയല്ല. അവർ തോറ രാവും പകലും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ സത്യങ്ങളും ഉണ്ട്. ഭൂമി പരന്നെന്നാണ് മനുഷ്യൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഭൂമി പരന്നല്ല, ഭൂമി വട്ടത്തിലാണെന്ന് വേദപുസ്തകത്തിൽ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമി പരന്നെന്ന് ഒരു കാലം വരെ മനുഷ്യൻ വിചാരിച്ചു. ഇത് ഓരോ സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ അന്നേരം മനസ്സിലാക്കും. അപ്പം നമ്മൾ ഇരുട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കാതെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നത് പോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നു. യു ഹാവ് ടു സി. നമുക്കൊരു വിളക്കാണ്, നമ്മളൊരു വിളക്കായിട്ട് കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പലരും എന്നെ കേൾക്കുന്നവരിതുണ്ട്. നിങ്ങൾ വിചാരിക്കും, ഇനി വിമലാൻ്റെ പറഞ്ഞോട്ടെ. നോ, ഞാൻ പറയുന്ന പലരോടും ഞാൻ പറയാം, എൻ്റെ ഗ്രൂപ്പിലോട്, നിങ്ങൾ പറയാൻ തുടങ്ങണം. നിങ്ങൾ വചനം പലയിടത്ത് പോയി കൊടുത്തേച്ച് തിരിച്ചു വരണം. നമ്മൾ കിട്ടുന്നത് പകർന്നിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് ദൈവം തന്ന സാധനം പിടിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് അധികം തരാനൊക്കത്തില്ല. അതുകൊണ്ട് കൊടുത്തേച്ച് വരുമ്പോഴത്തേക്ക് വേറെ കൊണ്ടുതരും ദൈവം. അതാണ് ദൈവത്തിൻ്റെ വെളിപ്പാടിനകത്ത് വായിക്കുമ്പോൾ ദൈവം കിരീടങ്ങൾ ദൈവമക്കൾക്ക് വെച്ചു കൊടുക്കും. ഇതിങ്ങനെ ഒരു കിരീടത്തിന് മേൽ വേറൊരു കിരീടം കയറ്റി വെക്കാൻ നോക്കുമോ? നമുക്കൊക്കത്തില്ല, ദൈവത്തിനൊക്കും. അനേക കിരീടങ്ങൾ അവൻ്റെ തലയിലുണ്ടെന്ന്. പക്ഷെ നമ്മൾ ഈ കിരീടം എടുത്ത് ക്രിസ്തുവിൻ്റെ കാൽപ്പാത്തി വെക്കുമ്പോൾ അടുത്ത കിരീടം വെച്ച് തരും. അങ്ങനെ എത്ര കിരീടം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്?
അപ്പം ദൈവം പറയുന്നത് യോഹന്നാന്റെ 1:7 പറഞ്ഞു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലവും പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അത് ഉൽപ്പത്തിയിൽ കണ്ട വെളിച്ചമാണെന്ന് ഓർക്കണേ. ആ വെളിച്ചത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഒത്തിരി വ്യത്യാസം വരും. എഫെസ്യർക്കെതിരെ ലേഖനം 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. യു വെർ വൺസ് ഡാർക്ക്നെസ് ബട്ട് നൗ യു ആർ ലൈറ്റ് ഇൻ ദ വേൾഡ്. ഇതിന് നമ്മൾ ആള് മാറിയോ? ആള് മാറി അകത്തൊന്ന് മാറി. വി ചേഞ്ച് വെൻ യു നോ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. 1 പത്രോസ് 2:9 എപ്പോഴും പറയിപ്പിക്കും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ. ഈ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ 27-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും. ഈ ഇരുട്ടിൽ പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നമുക്കിനി വെളിപ്പാടിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. വെളിപ്പാടിനകത്ത് കർത്താവ് വെളിച്ചമാണെന്നുള്ള പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നു. കർത്താവ് വെളിപ്പാടിനകത്ത് നമുക്കൊന്ന് നോക്കാം. ആ ഭാഗത്ത് ഈ ഉൽപ്പത്തി തുടങ്ങിയത് വെളിപ്പാടിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ജീവചക്രം പൂർത്തീകരിക്കുന്ന ശക്തി നമുക്കുണ്ടാകുകയാണ്. ആ ദൈവം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. വെളിപ്പാടിൻ്റെ 19 വെളിപ്പാട് 21:21 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. വെളിപ്പാട് 21:1 ഇങ്ങനെയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നുണ്ട്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ഈ തലയ്ക്കുള്ളിൽ ഈ ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്ന പോലെ പാഴും ശൂന്യവുമായിരുന്ന ബ്രെയിന്, സ്കാൾ ഫുൾ ഓഫ് മഷ് എന്നാണ് ചില ലോയേഴ്സ് പറയും, പണ്ഡിതന്മാർ. ഇതിനകത്തൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അൺലെസ് യു പുട്ട് ഇൻ ദ റൈറ്റ് തിങ്, യു ഹാവ് ടു ബി പ്ലഗ്ഡ് ഇൻ ടു ദ ട്രൂത്ത്. ഇരുട്ടാണ് തലയുടെ മുകളിൽ. എന്നാൽ പരിശുദ്ധാത്മ ഹവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരിലും. അണ്ടിൽ സംബഡി സേസ് ലെറ്റ് ദെർ ബി ലൈറ്റ്. ദൈവം പറഞ്ഞു. ഇപ്പം നമുക്ക് പറയാമെന്ന്, നമുക്ക് പറയാം, നമ്മുടെ മക്കളുടെ മേൽ ലൈറ്റ് അയച്ചു കൊടുക്കുക. കർത്താവേ, ഇരുട്ടിലിരിക്കുന്നതിന് വെളിച്ചത്തിലോട്ട് വരട്ടെ. എത്രയോ അമ്മമാർ രാവും പകലും മകന് വഴി തെറ്റി എവിടേക്കോ കിടക്കുകയാണ്, അവനെവിടെയാന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഈ അമ്മമാർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വെളിച്ചം അവരുടെ മേൽ ചെന്ന് വീഴും. അത്ര എക്സാമ്പിൾ. സെയിൻറ്റ് അഗസ്റ്റീൻ, ജെസ്സി ഡ്യൂപ്ലാന്റിസ്, സ്റ്റാൻലി ജോൺസിൻ്റെ മകന്, ബെന്നിയുടെ മക്കൾ, ഇവരെല്ലാം വെളിച്ചത്തിലോട്ട് വന്നത് എങ്ങനെയാണ്? അവർ അവർ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ട് അങ്ങ് ദൈവ വെളിച്ചത്തിൽ അങ്ങ് ഇരിക്കുകയാണ്. മക്കൾ നല്ല റിബല്യസിലായിട്ട് പോകും. കാരണം പിശാച് കളിക്കുമല്ലോ. നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മൾ ഏത് മിനിസ്ട്രിക്ക് നിൽക്കുന്നോ അവിടെ നമുക്ക് ഏറ്റവും പോരാട്ടമുണ്ട്. അതിലെല്ലാം നിൽക്കുമ്പോൾ ദൈവ വെളിച്ചം വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ കൊണ്ടാണ് പുതിയൊരു ഭൂമിയും ആകാശവും ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഈ സൂര്യനും ഈ നക്ഷത്രമൊന്നും അല്ല കാണുന്നത്. 12 ഗോപുരം, 12 മുത്ത്, ഓരോ മുത്തുകൊണ്ടാണ് ഓരോ വാതിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. വായിച്ചു നോക്കാം. 21 നിങ്ങൾ തന്നെ വായിക്കുക. ഓരോ ഗോപുരം ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. ഇത് സ്വർഗത്തിലെ വീട് ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാടിൻ്റെ 21 ഞാൻ വായിക്കുന്നത്. മന്ദിരം അതിൽ കണ്ടില്ല. അവിടെ മന്ദിരം ഇല്ല. അവിടെ മന്ദിരത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് വായിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ഇവിടുത്തെ മന്ദിരം ആരാണ്? ദൈവം തമ്പുരാൻ തന്നെ. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇത് അമ്മയിൽ നിന്നാ വന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ പ്രായം ചെന്ന ഒരു കുഞ്ഞ് ഇത് അമ്മയിൽ നിന്നാ വന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഹി കെയിം ആസ് എ ബേബി. അതുപോലെ തന്നെ
ദൈവത്തിൻ്റെ മക്കളാവുന്ന നമ്മൾ ദൈവത്തിൽ നിന്നുണ്ടാകണം. അതിനൊരു പുതിയ സൃഷ്ടിയായേ പറ്റത്തുള്ളൂ. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പറയുന്ന സ്വർഗരാജ്യത്തിന് നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ പുതിയ സൃഷ്ടി ആകാതെ അവിടോട്ട് കയറാൻ ഒക്കത്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമായിട്ടും പറയുകയാണ്. ഇപ്പം എനിക്ക് നിയമത്തിൻ്റെ പരിപാടി അറിയാവുന്നത് കൊണ്ട് നിയമപരമായിട്ട് ഇത് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ച് ഇതല്ല എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാകുമോ? ഈ നിയമം നമ്മൾ ഫോളോ ചെയ്യാതൊക്കത്തില്ല. അതിനായിട്ട് അടുത്ത വാക്യം, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും തന്നെ മന്ദിരാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഉണ്ടോ? ഉൽപ്പത്തി 1:14 പറയുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യം ഇവിടെ ഈ സ്വർഗത്തിൽ ഇല്ലെന്ന്. പിന്നെ എങ്ങനെ അവിടെ വെട്ടം വരുന്നത്? സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. വ്യക്തമായിട്ട് വചനം എഴുതിയിരിക്കുന്നു. പിന്നെന്താ എഴുതിക്കുന്നത്? കർത്താവ് പറയുന്നത്, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു. കണ്ട, അവിടുത്തെ ദൈവ തേജസ്സാണ്, കർത്താവിൽ നിന്ന് വരുന്ന രശ്മിയാണ്. അതിന് പ്രകാശം നമുക്ക് വർണ്ണിക്കാനൊക്കത്തില്ല. കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ജാതികൾക്ക് വെളിച്ചം കിട്ടും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പിന്നെ പറയുന്നത്, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്തെ അടയ്ക്കുന്നില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കടന്നു കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്ന ആരും അതിൽ കടക്കത്തില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതാത്ത ഒരുത്തരെ ഇതിനകത്ത് കയറ്റത്തില്ല. ഞാൻ ഈ വചനം പറയുന്നത് വചനം അറിയാവുന്നവരോട് തന്നെയാണ്. ഈ വചനം കേൾക്കുന്നവർ ഇച്ചിരി മെച്യൂറായിട്ടുള്ള, സാധാരണക്കാരല്ല, ഇച്ചിരി മെച്യൂറായിട്ടുള്ളവരാണ് എൻ്റെ വചനം കേൾക്കുന്നത്. പഠിത്തമുള്ളവരും ആത്മാവിൽ തീക്ഷ്ണതയുള്ളവരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വചനം അയക്കുന്നത്. യെശയ്യാ 60 ഇത് എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാ 60 എഴുതി വെച്ചിരിക്കുന്നു, ഇനി പകൽ നേരത്തെ എനിക്ക് വെളിച്ചം സൂര്യനല്ല. 60:19. യെശയ്യാ 60:19. ഇനി പകൽ നേരത്തെ നിനക്ക് വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്ന ചന്ദ്രനല്ല. യഹോവ നിൻ്റെ നിത്യപ്രകാശം, നിൻ്റെ ദൈവം നിൻ്റെ തേജസ്സുമാണ്. നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല, നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകത്തില്ല. യഹോവ നിൻ്റെ നിത്യപ്രകാശമാണ്. നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും, നിൻ്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈയുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. പകൽ സൂര്യനല്ല, രാത്രി ചന്ദ്രനല്ല, യഹോവയായ ദൈവം നമ്മുടെ നിത്യപ്രകാശം. പ്രാർത്ഥിക്കാം. പകൽ സൂര്യനല്ല കർത്താവേ, ഞങ്ങൾ 4-ാം ദിവസം ഉണ്ടാക്കിയ സൂര്യനെയൊന്നുമല്ല ഞങ്ങളിപ്പം ചോദിക്കുന്നത്. നിത്യപ്രകാശമാണ്, നിൻ്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ആദി ജീവനാകുന്ന, ആദി പ്രകാശമാണ്, ആദി വെളിച്ചമാകുന്ന നിന്നിലേക്ക് ഞങ്ങൾ നോക്കുകയാണ് കർത്താവേ. ഈ കാണുന്ന ഈ ഭൂമിയിലുള്ള സൂര്യനെ, നക്ഷത്രത്തിന് അതിനൊക്കെ ഒരു ശക്തി ഉണ്ട്. അത് നീ ജാതികൾക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ദൈവമക്കൾക്ക് ഉന്നതമായ പദവിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്കൊന്ന് കയറാൻ ആ വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. അത് വാതിൽ തുറന്നു കൊടുത്തു, താക്കോലിട്ട് തുറക്കുന്ന പോലെ അപ്പച്ചനത് തുറന്ന് ഞങ്ങളകത്തോട്ട് കയറി വരുന്ന ബാങ്ക്വറ്റ് ഹോൾ ഈസ് റെഡി. ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല നീതി വസ്ത്രം ഉടുത്താൽ മാത്രം മതി. ഉടുത്തുകൊണ്ട് നിൻ്റെ പേരും രജിസ്റ്റർ ചെയ്ത് നെറ്റിമേൽ നിൻ്റെ പേരെഴുതിക്കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് കയറി വരുന്നു. ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും അവരുടെ പേരെഴുതിയ സീറ്റുകൾ അവിടെയുണ്ട്. അവിടെ ഇരിക്കട്ടെ അപ്പച്ച. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചുകൊണ്ട് വരട്ടെ. വാതിലിപ്പോൾ തുറന്നിരിക്കുകയാണ് നാഥ. എല്ലാവരും കൊണ്ടുവന്ന് ഇരുത്തും. നിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഈ ലോകത്തിൽ വെച്ച് പഠിപ്പിക്കണമേ. എല്ലാം അഴിഞ്ഞു മാറുന്നൊരു കാലമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി ഇവിടെ ഒരു പ്രിപ്പറേഷൻ മാത്രം. നാഥനത് ചെയ്യുന്നതിന് സ്തോത്രം. മറക്കാതെ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമേ. തലമുറകളെല്ലാവരും അതിനകത്ത് കയറി വരട്ടെ. ഞങ്ങൾ കുടുംബമായിട്ട് കയറി വരട്ടെ. നാഥൻ്റെ ഈ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഭാഗ്യത്തിന്, ഈ ഉന്നത പദവിക്ക് ഞങ്ങളെ സെലക്ട് ചെയ്തതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.